പ്രഗ്നൻസിയിൽ ഗർഭിണിക്ക് ചെറുതും വലുതുമായ പ്രശ്നങ്ങളും ആകുലതകളും എല്ലാം ഉണ്ടാകും. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ വെച്ച് ഗർഭധാരണത്തിന് സാധ്യമാണോ ഇല്ലയോ എന്നുള്ളത് മുൻകൂട്ടി ഡോക്ടറെ കണ്ട് പരിശോധിച്ച ശേഷം മാത്രം പ്രഗ്നൻസി ആകുന്നതാണ് നല്ലത്. ഗർഭം തുടങ്ങി ആദ്യത്തെ 3 മാസത്തിനുള്ളിലാണ് കുഞ്ഞിൻ്റെ പ്രധാന അവയവങ്ങൾ, അതായത് തലച്ചോറ്, നാഡീവ്യൂഹം എല്ലാം ഉണ്ടാകുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ സ്മിത മധു, സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ആൻറ്റിനേറ്റൽ കെയർ ഓർ പ്രീ നേറ്റൽ കെയർ അഥവാ ഗർഭകാല പരിചരണം. ആൻറ്റിനേറ്റൽ കെയർ അല്ലെങ്കിൽ ഗർഭകാല പരിചരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയെ നോർമൽ ഒരു ഗർഭത്തിന് മാനസികമായും ശാരീരികമായും അവരെ തയ്യാറെടുക്കുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? പലപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ആകെയുള്ള ഒരു 9 മാസക്കാലം ഗർഭത്തിൽ 10ഉം 15ഉം തവണയും ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ പ്രഗ്നൻസി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന്. ഇതിന് നമ്മൾ പ്രധാനമായും 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, സുരക്ഷിതമായ ഒരു ഗർഭം ഗർഭിണിക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തേത്. നമ്മൾ പലപ്പോഴും ഈ അടുത്ത് ന്യൂസിലൊക്കെ കേട്ടു, വീട്ടിൽ പ്രസവിച്ചിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും ജീവഹാനി വന്നത് നമ്മൾ വായിച്ചറിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തേത്, സങ്കീർണതകളുള്ള ഒരു ഗർഭം നേരത്തെ തിരിച്ചറിയുക, അതിന് വേണ്ട പരിചരണം നൽകുക, ഹൈ റിസ്ക് പ്രഗ്നൻസി കണ്ടുപിടിക്കുക. മൂന്നാമത്തേത്, പ്രഗ്നൻസിയിൽ ഗർഭിണിക്ക് ചെറുതും വലുതുമായ പ്രശ്നങ്ങളും ആകുലതകളും എല്ലാം ഉണ്ടാകും. ഇതെല്ലാം നേരത്തെ കണ്ടുപിടിച്ച് അവരുടെ മാനസിക പിരിമുറുക്കത്തിന് വേണ്ട രീതിയിലുള്ള അഡ്വൈസ് നൽകുകയും അവർക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അഡ്വൈസ് ചെയ്യുകയും നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ഒരു ഡെലിവറിക്ക് വേണ്ടി അവരെ മാനസികമായി തയ്യാറെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ ആൻറ്റിനേറ്റൽ കെയറിൽ നൽകുന്നത്. ആൻറ്റിനേറ്റൽ കെയറിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീ കൺസെപ്ഷണൽ കെയർ അല്ലെങ്കിൽ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്. എന്താണ് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നതിന് 3-4 മാസം മുൻപ് തന്നെ കൺസേൺഡ് ഡോക്ടറെ മീറ്റ് ചെയ്യുകയും ഗർഭിണിയാകാൻ എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് മുൻകൂട്ടി പരിശോധനകൾ ചെയ്ത് നോക്കുകയും ചെയ്യുന്നതിനാണ് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മെയിൻലി നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻറ്റേഷനാണ് കൊടുക്കുന്നത്. ഫോളിക് ആസിഡ് 5 mg ടാബ്ലറ്റ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് 3-4 മന്ത്സ് 3-4 മാസം മുൻപേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അഭികാമ്യം. എന്താണ് ഫോളിക് ആസിഡിൻ്റെ പ്രത്യേകത? ഗർഭം തുടങ്ങി ആദ്യത്തെ 3 മാസത്തിനുള്ളിലാണ് കുഞ്ഞിൻ്റെ പ്രധാന അവയവങ്ങൾ, അതായത് തലച്ചോറ്, നാഡീവ്യൂഹം എല്ലാം ഉണ്ടാകുന്നത്. ഈ തലച്ചോറുകളുടെ സെല്ലുകൾക്ക് ഫോളിക് ആസിഡ് ആവശ്യകതയുണ്ട്. പലപ്പോഴും നമ്മുടെ ഡയറ്റിൽ നിന്നുള്ള ഫോളിക് ആസിഡ് ഡെഫിഷ്യൻ്റ് ആണ്. അങ്ങനെയുള്ളപ്പോൾ എല്ലാവർക്കും നമ്മൾ ഫോളിക് ആസിഡ് 5 mg നേരത്തെ തന്നെ സപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് അഭികാമ്യം. മാത്രമല്ല, ചിലർക്ക് അണ്ടർലൈങ് മെഡിക്കൽ ഡിസീസസ്, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉണ്ടാകും, ഡയബറ്റീസ് ഉണ്ടാകാം, BP ഉണ്ടാകാം, മറ്റു ചില ഹാർട്ടിന് പ്രോബ്ലം, ലിവർ പ്രോബ്ലം, ഇങ്ങനെയുള്ളവർ അവരുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ വെച്ച് ഗർഭധാരണത്തിന് സാധ്യമാണോ ഇല്ലയോ എന്നുള്ളത് മുൻകൂട്ടി ഡോക്ടറെ കണ്ട് പരിശോധിച്ച ശേഷം മാത്രം പ്രഗ്നൻസി ആകുന്നതാണ് നല്ലത്. പലപ്പോഴും അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ളപ്പോൾ HbA1c ചിലപ്പോൾ 9ഉം 10ഉം ഉള്ളവർ ഗർഭിണിയായാൽ അത്രയും ഹൈ ഷുഗേഴ്സ് വരുമ്പോൾ പ്രഗ്നൻസിയിൽ ഭ്രൂണത്തിന് അബോർഷനാകാനും അംഗവൈകല്യം, ഹൃദയത്തിനും തലച്ചോറിനൊക്കെ അംഗവൈകല്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവരിൽ നമ്മൾ അവരുടെ ഷുഗേഴ്സ് കൺട്രോൾ ചെയ്യും, മെഡിസിൻസ് ടാബ്ലറ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസുലിനായിട്ടോ മോഡിഫൈ ചെയ്ത് HbA1c <6.5 എത്തിച്ച ശേഷം കൺസീവ് ചെയ്യുന്നതാണ് നല്ലത്. ചില ബ്ലഡ് പ്രഷർ മെഡിസിൻസ് നമുക്ക് പ്രഗ്നൻസിയിൽ കൊടുക്കാവുന്നതല്ല. അങ്ങനെയുള്ളവർ BP മെഡിസിൻസ് മോഡിഫൈ ചെയ്യുക. എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം മുതലായ മെഡിസിൻ എടുക്കുന്നവർ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒന്നിലധികം മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മരുന്നിലേക്ക്, പാർശ്വഫലങ്ങൾ കുറഞ്ഞ മരുന്നിലേക്ക് മാറ്റുക. സൈക്കാട്രിക് മെഡിസിൻസ് കഴിക്കുന്നവരിലും അവരുടെ ഡോസേജ് കുറയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുറയ്ക്കുക. പിന്നെ ചില തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസും പ്രഗ്നൻസിയിൽ പ്രശ്നം വരാം. റുബെല്ല മുതലായ വൈറൽ ഇൻഫെക്ഷൻസ് ആദ്യത്തെ 3 മാസങ്ങളിൽ വന്നാൽ ഗർഭത്തിലുള്ള കുഞ്ഞിന് ചിലപ്പം തലച്ചോറിന് പ്രശ്നം, കണ്ണിന് പ്രോബ്ലം, കേൾവി തകരാറ് ഇതെല്ലാം വരാം. ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് റുബെല്ല വാക്സിൻ RVAC അവൈലബിൾ ആണ്. RVAC എടുത്ത ശേഷം 2-3 മാസത്തിന് ശേഷം ഗർഭം ധരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ വെയ്റ്റ് കുറച്ച ശേഷം, വെയ്റ്റ് നോർമൽ ആക്കിയ ശേഷം പ്രഗ്നൻസിയിലേക്ക് പോകുന്നതാണ് നല്ലത്. പാരമ്പര്യമായ അസുഖങ്ങളുള്ളവർ, ജനറ്റികമായ പ്രോബ്ലംസ്, ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ കുടുംബത്തിലുള്ളവർ എപ്പോഴും ഒരു ജനറ്റിസിസ്റ്റിനെ മീറ്റ് ചെയ്ത് ജനറ്റിക് കൗൺസിലിംഗ് നടത്തിയതിന് ശേഷം പ്രഗ്നൻസി ആകാൻ ശ്രമിക്കുക. പലപ്പോഴും ഒരു പ്ലാൻഡ് പ്രഗ്നൻസിയാണ് എപ്പോഴും നല്ലത്. പ്ലാൻഡ് പ്രഗ്നൻസിയാണ് എപ്പോഴും കോംപ്ലിക്കേഷൻസ് കുറവുള്ളത്.